ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് നാളെ രാവിലെ ഒരു യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഈ രാത്രി സമയത്ത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നാളെ രാവിലെ എഴുന്നേൽക്കണം. ഓക്കെ, അപ്പോൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാനും അതിപ്പോൾ ശീലിച്ചു, ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നമ്മളിനി ഇന്ന് പോകാൻ പോകുന്നത് ബസ്സിലാണ്. നമ്മൾ ഇത്രയും നാളും കുറച്ച് കാറിലും കുറച്ച് ട്രെയിൻ യാത്രകളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് ബസ്സാണ്. ഇത് ടിക്കറ്റ് കേട്ടോ. ബസ്സിനുള്ള ടിക്കറ്റും എടുത്ത് എൻ്റെ കൂടെ ഒരു മല്ലു ഫാമിലി ഉണ്ട്. അവരൊന്നിച്ചാണ് യാത്ര. അപ്പം നമുക്ക് നമ്മുടെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. യാത്ര നല്ല രസമായിരുന്നു. ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്രേൻ്റെ കൂടെ ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാം. ഈ +2 ശേഷം നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നും എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. ചിലപ്പോൾ പാരൻസ് പറയുന്നത് തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഉള്ളത്, അതും അല്ലെങ്കിൽ കുട്ടി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു കോഴ്സിൻ്റെ സാധ്യതയും ചിലവും അത് ആപ്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ ഇപ്പോൾ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു അക്കാദമി ഉണ്ട്. അതാണ് എഡ്യു ഇൻഫർമാറ്റിക്സ്. 2022 ശേഷം തൊഴിൽ മേഖലയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യവും അഭിരുചിയൊക്കെ നോക്കി നമുക്ക് കോഴ്സ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ഒക്കെ രംഗത്ത് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ മാനേജ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഓഗ്മെൻറ്റ് റിയാലിറ്റി, മെഷീൻ ലേണിംഗ്, വിർച്വൽ റിയാലിറ്റി, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര ബർഗാമോലെത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ബർഗാമോൽ ഇറങ്ങി അവിടെ നല്ല കിടുക്കാച്ചി ഒരു ഫുഡ് കഴിച്ചു. പിന്നെ എന്താ, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ മല്ലു ഫാമിലീൻ്റെ കൂടെ ആയതുകൊണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല കിടുക്കാച്ചൊരു പർച്ചേസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഒരുപാട് സ്ഥലം ഇവിടെ കാണാനുണ്ട്. ബർഗാമോ ഒരു നല്ല സിറ്റി തന്നെയാണ്, ഒരു അടിപൊളി സിറ്റി. അപ്പോൾ ഏകദേശം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.